ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലെറ്റ് ചാറ്റ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സിലെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ എക്സാം ഓറിയൻറ്റഡ് റിവിഷനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത തീർച്ചയായും നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് അത് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ സ്കോൺ എന്നുള്ള ബാമ എഴുതിയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇതിലെ മെയിൻ പോയിന്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്കോൺ ഓപ്പൺസ് വിത്ത് എ ചൈൽഡ് ചിന്ന പൊണ്ണു ആൻഡ് ഹെർ മദർ പരിപൂർണം ആർഗ്യൂയും. പേരുകൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ചിന്നപ്പൊണ്ണു എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ അവരും ആ പെൺകുട്ടി മോളുടെ അമ്മയായിട്ടുള്ള പരിപൂർണവും തമ്മിലുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ തുടക്കത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. ഷീ ഡസ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ ടുഡേ. അപ്പോൾ ഈ ഒരു കഥ നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി എന്ത് പറയണം, ചിന്നപ്പൊണ്ണു പറയണം എനിക്ക് ഇനി സ്കൂളിൽ പോകണ്ട എന്ന് പറയുന്ന സിറ്റുവേഷനാണ്. ഷീ വാണ്ട്സ് ടു ഗോ ഇൻ ടു ദ ഫോറസ്റ്റ് വിത്ത് ഹെർ മദർ. അവൾ പറയാൻ ഞാൻ സ്കൂളിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ അമ്മയുടെ കൂടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിലോട്ട് വന്നോളാം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഷീ ഫൈൻഡ്സ് ഔട്ട് ഫ്രം ഹെർ നെയ്ബേഴ്സ് ദാറ്റ് ഷീ വാസ് ബീറ്റൺ ബൈ ഹയർ കാസ്റ്റ് ചിൽഡ്രൻ അറ്റ് സ്കൂൾ ബിക്കോസ് ഷീ ഫോർഗെറ്റ് ഹെർ ലഞ്ച് ബോക്സ് ആൻഡ് ആസ്ക്ഡ് ഫോർ ദ ലഞ്ച് ബോക്സ് ഓഫ് എ ഹയർ കാസ്റ്റ് ചൈൽഡ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ബോൾഡാക്കിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് മെയിനായിട്ടുള്ള ഇൻസിഡൻസ് 2-3 ഉണ്ട്. അതാണ് നമ്മൾ ബോൾഡാക്കിയിട്ട് കാണിച്ചില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അവിടെ ആ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഏതൊക്കെ സെഷൻസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമുക്കൊന്ന് സാധൂകരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ആ 3 ഭാഗങ്ങളിൽ ഞാൻ ബോൾഡാക്കിയിട്ടുള്ളത്. പിന്നെ മെയിൻ ക്യാരക്ടേഴ്സിന് ഞാൻ ജസ്റ്റ് ഒന്ന് ബോൾഡാക്കിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇൻസിഡൻറ്റ് വരുന്നത് എന്താണ്, നമ്മുടെ ചിന്നപ്പൊണ്ണു ഇതേപോലെ തന്നെ ഒരു ദിവസം ഫുഡ് അവിടെ ഉച്ചഭക്ഷണത്തിനുള്ള പാത്രം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അവൾ. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഒരു ഉയർന്ന ജാതിക്കാരി പെൺകുട്ടിയോട് ഇവൾ എന്ത് ചെയ്യുന്നുണ്ട്, പാത്രം കടം ചോദിക്കുന്നുണ്ട് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് എന്ത് ചെയ്യുന്നത്, അവൾക്ക് അടി കിട്ടുന്നത്, അവളെ കുട്ടികൾ തല്ലുന്നത് എന്നാണ് പറയുന്നത്. വെൻ ഷി വെൻ ടു കംപ്ലയിൻറ്റ് ടു ദ ടീച്ചർ, ദ ടീച്ചർ ഓൾസോ ബീറ്റ് ഹെർ. ഇത് ഈ കുട്ടി ടീച്ചറിനോട് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ ടീച്ചറും എന്ത് ചെയ്യാണ്, ഇവൾക്ക് കുറ്റം ചുമത്തിയിട്ട് ഇവളെ അടിക്കുന്നതാണ് കാണുന്നത്. ദ നെക്സ്റ്റ് ഡേ ദ പാരൻസ് ഗോ ടു ദ ഹെഡ് മാസ്റ്റർ ഓഫ് ദ സ്കൂൾ ടു കംപ്ലയിൻറ്റ്. പിറ്റേ ദിവസം അച്ഛനും അമ്മയും കൂട്ടിയിട്ട് ഹെഡ് മാസ്റ്റർ അടുത്ത് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ദേ ആർ ടോൾഡ് ദാറ്റ് വാട്ട് ഹാപ്പൻ ടു ദെയർ ഡോട്ടർ ഇസ് ദെയർ ഫോൾട്ട്. പക്ഷേ അവിടുത്തെ ടീച്ചേഴ്സും ഹെഡ് മാസ്റ്ററും ഒക്കെ എന്താ പറയുന്നത്, അങ്ങനെ അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകളുടെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ്, അവൾക്ക് എന്താണ് ഉയർന്ന ജാതി പെൺകുട്ടിയോട് പോയിട്ട് പാത്രം ചോദിക്കേണ്ട കാര്യം എന്നുള്ള രീതിക്ക് കുറ്റം ആ പെൺകുട്ടിയുടെ തലയ്ക്ക് ചുമത്താനാണ് അവർ താല്പര്യം കാണിച്ചത്. ദ ഹെഡ് മാസ്റ്റർ ഈവൻ ടെൽസ് ദം ദാറ്റ് ദ ദളിത് ചിൽഡ്രൻ അറ്റ് സ്കൂൾ ആർ ഓൾവേസ് അസൈൻ ടു ക്ലീൻ അപ്പ് ഡ്യൂട്ടീസ്. അടുത്തൊരു ഇൻസിഡൻ്റ് ആണ്, അതായത് ആ സ്കൂളിലെ എല്ലാ ക്ലീനപ്പ് ഡ്യൂട്ടീസും എല്ലാ ക്ലീനിങ്ങും ചെയ്യുന്നത് ദളിത് സ്റ്റുഡൻസ് ആണ്. അല്ലാതെ അവിടുത്തെ മറ്റ് സ്റ്റുഡൻസിനെയും കൊണ്ട് യാതൊരു തരത്തിലുള്ള ജോലികളും അവർ ചെയ്യിപ്പിക്കുന്നില്ല. സ്കൂളും കോമ്പൗണ്ടും മൊത്തം ക്ലീൻ ചെയ്യുന്നത് ദളിത് സ്റ്റുഡൻസ് ആണ് എന്ന് അവിടുത്തെ ടീച്ചേഴ്സ് തന്നെ, അല്ല അവിടുത്തെ ഹെഡ് മാസ്റ്റർ തന്നെ സമ്മതിക്കുന്നുണ്ട്. വൺസ് വൺ ഓഫ് ദ ടീച്ചേഴ്സ്, കോമളവല്ലി, ലോസ്റ്റ് സം money from her bag and the authorities decided that Katari Velukan's son had taken the money. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ തന്നെ അവരുടെ ഒരു ടീച്ചറുടെ, കോമളവല്ലി എന്നുള്ള ടീച്ചറുടെ നിന്ന് കുറച്ച് പൈസ മിസ്സാവുകയും, അപ്പോൾ അതിൻ്റെ കുറ്റവും ഇതേപോലെ ചോദ്യം ചെയ്യുന്നത് മുഴുവൻ ദളിത് സ്റ്റുഡൻസിനെയാണ്. സാധാരണ മറ്റു കുട്ടികളെയൊന്നും ഇവർ ചോദ്യം ചെയ്യുക പോലും ചെയ്യുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ കുറ്റം ചുമത്തപ്പെടുന്നത് വേലുക്കണ്ണൻ്റെ മകൻ്റെ തലയിലാണ്. അപ്പോൾ ഇതും ഒരു ദളിതായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവൻ ദളിതായി പോയി എന്നതുകൊണ്ടാണ് ഒരു തെളിവും ഇല്ലാതെ ആ കുട്ടിയുടെ തലയ്ക്ക് ആ ഒരു കുറ്റം ചുമത്തുന്നതെന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ 3 ഇൻസിഡൻസുകൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ദീസ് ഇൻസിഡൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇഫ് എനിത്തിങ് ഗോസ് റോങ് Dalits are accused just because they are Dalits. അപ്പോൾ ഇത്രയും എക്സാമ്പിൾ വെച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാം, എന്ത് പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാലും കുറ്റം വരുന്നത് ദളിതരുടെ തലയിലാണ്. കാരണം എന്താ, അവർ തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല, മറിച്ച് അവർ ദളിതരായി പോയി എന്നൊരു കാരണം കൊണ്ട് അവരുടെ തലയിലേക്ക് കുറ്റം വരുന്ന സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ 3 ഇൻസിഡൻസും ഇത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നും പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇതിന് ജസ്റ്റ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാസ്റ്റ് ഈസ് എ സോഷ്യൽ ഈവിൾ, എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ കാസ്റ്റ് എങ്ങനെയാണ് ഒരു സോഷ്യൽ ഈവിളായിട്ട് മാറുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ആ ഒരു ലോ കാസ്റ്റ് പീപ്പിളിൻ്റെ സ്ട്രഗിൾസിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ കൊടുക്കേണ്ടത്. ചിന്നപ്പൊണ്ണുവിൻ്റെ കേസ്, ആ ഒരു ലഞ്ച് ബോക്സിൻ്റെ ഇൻസിഡൻറ്റ്, അടികൊണ്ട കേസ്, ടീച്ചേഴ്സ് അതിനോട് എടുത്തിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, പിന്നെ അവിടുത്തെ കുട്ടികൾ തന്നെയായിരുന്നു അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഫോഴ്സ്ഡ് ആയിരുന്നു. അതേപോലെ തന്നെ ആ പൈസ മിസ്സായ ഒരു ഇൻസിഡൻറ്റ് പറയുക, അതിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ദളിത് സ്റ്റുഡൻസ് ആണ്. അതുപോലെ തന്നെ കുറ്റം ആരോപിക്കപ്പെടുന്നതും ഒരു ദളിതനായ കുട്ടിയുടെ മേൽ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ടും പറയാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇതിനകത്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ലാസ്റ്റ് ആ ഒരു വഴക്ക് നടക്കുമ്പോഴൊക്കെയും അവിടെ അടി വാങ്ങേണ്ടി വരുന്നതും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സഫർ ചെയ്യേണ്ടത് വരുന്നതും ഒക്കെ ആരുടെ പാരൻസാണ്, ഈ കുട്ടികളുടെ പാരൻസ് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും സഫർ
സഫർ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ പാരൻസിന് അറിയാം അവർ കുഞ്ഞായിരുന്നപ്പോൾ എന്നല്ല ഇപ്പോഴും അവരും സഹിക്കുന്നത് തന്നെയാണ് ഈ ഡിസ്ക്രിമിനേഷൻ. അതേ ഡിസ്ക്രിമിനേഷൻ തന്നെയാണ് അവരുടെ കുട്ടികളും സഹിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ എന്ത് പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാലും ദളിതനായി പോയി എന്നൊരു കാരണം കൊണ്ട് എല്ലാ കുറ്റങ്ങളും ദളിതൻ്റെ തലയിൽ ചുമത്തപ്പെടുന്ന സിറ്റുവേഷനാണ് ഇതിനകത്ത് കാണുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഒരു നമുക്ക് എൻഡ് ചെയ്യിക്കാവുന്നതാണ്. അടുത്ത ചാപ്റ്റർ രാജേന്ദ്ര യാദവ് എഴുതിയിട്ടുള്ള ടു ഇൻ ദ നെക്സ്റ്റ് വേൾഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഷോർട്ടായിട്ട് കുറച്ച് നോട്ട്സ് പറയാനാണെങ്കിൽ അത് നരേറ്റ് സ്റ്റോറി ഫ്രം ഹെൽ. നമ്മൾ സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത് ഹെല്ലിൽ നിന്നുകൊണ്ടാണ്, നരകത്തിൽ നിന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് കിടക്കുന്നത് കേട്ടോ. ഹി വാസ് ഷെഡ്യൂൾ ടു ഹാവ് എ സർജറി ഡൺ ബൈ എ ഗവൺമെൻറ് ഡോക്ടർ. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖം ഉള്ളത് കൊണ്ട് ഒരു സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്ന ഒരു ഗവൺമെൻറ് ഡോക്ടറായിരുന്നു. ഹി ഡിസൈഡഡ് ടു ഗെറ്റ് ഓപ്പറേറ്റഡ് ബൈ എ ക്ലവർ ഡോക്ടർ ഇൻ എ ഫേമസ് നഴ്സിംഗ് ഹോം ബിക്കോസ് ദി ഗവൺമെൻറ് ഡോക്ടർ ഇസ് ഫ്രം റിസർവ് കോട്ട. അപ്പോൾ അദ്ദേഹം അന്വേഷിച്ച് പറയുന്നത് ഗവൺമെൻറ് ഡോക്ടർ റിസർവ്ഡ് കോട്ടയിൽ, ഇപ്പോൾ നമുക്കറിയാമല്ലോ റിസർവ്ഡ് കോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ SC ST അങ്ങനെ ഷെഡ്യൂൾഡ് കാസ്റ്റുകളൊക്കെ വരുന്ന സെക്ഷനാണ്. അപ്പോൾ അങ്ങനെ ഏതോ ഒരു താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരാളാണ് ഡോക്ടർ എന്ന് ഇയാൾ അറിയാണ്. അപ്പോൾ ഇയാൾ വിചാരിക്കുകയാണ് അത്തരത്തിൽ റിസർവ്ഡ് കോട്ട വഴി ജോലി കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ച് പാസ്സായി വന്നിട്ടുള്ളവരെല്ലാവരും ജസ്റ്റ് ആ ഒരു ജാതിയുടെ പേര് പറഞ്ഞ് ജയിച്ചു വരുന്നവർ മാത്രമാണ്, അല്ലാണ്ട് വിവരം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ബോധ്യം ഉണ്ടായിട്ടൊന്നുമല്ല, ജസ്റ്റ് ആ ജാതിയുടെ പേരിൽ വെറുതെ മാർക്കിട്ട് കൊടുത്ത് പാസ്സായി വന്നിട്ടുള്ളവരാണ്, അവർ കഴിവില്ലാത്തവരാണ് എന്നുള്ളൊരു വിശ്വാസമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ആ ഒരു ഗവൺമെൻറ് ഡോക്ടറുടെ മുഖേന നടക്കുന്ന സർജറിക്ക് വിധേയനാവാതെ അയാൾ എന്ത് ചെയ്യണം, ഒരു ഫേമസ് നഴ്സിംഗ് ഹോമിലത്തെ ഡോക്ടറുടെ അടുത്ത് പോയിട്ടാണ് ചെന്ന് ചാടി കൊടുക്കുന്നത്. It turns out that the doctor got into the medical college and passed the exams by giving bribes. അപ്പോൾ പിന്നീടാണ് അറിയുന്നത് ഈ ഡോക്ടർ ഇപ്പം രണ്ടാമത് ഇയാൾ ജാതിയൊക്കെ നോക്കി സെലക്ട് ചെയ്ത നല്ല കാശുകാരനായിട്ടുള്ള ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർ എന്ന് പറയുന്നത് അയാൾ എങ്ങനെയാണ്, അയാൾ ആക്ച്വലി പാസ്സായതും അതേപോലെ തന്നെ ജോലി കിട്ടിയതൊക്കെ കോഴ കൊടുത്തുകൊണ്ടായിരുന്നു, ബ്രൈബ് കൊടുത്തുകൊണ്ടായിരുന്നു. അപ്പോൾ ആ ഡാർക്കൻ ചെയ്തിട്ടുള്ള ബോൾഡാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കണേ. ഏതൊക്കെ രീതിക്കാണ് ആ ഡോക്ടറിൽ ആ ഒരു നെഗറ്റീവ് പോയിന്റ്സ് വരുന്നത് എന്നുള്ളതാണ് അവിടെ ഡാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദ ഇൻഎക്സ്പീരിയൻസ്ഡ് ഡോക്ടർ carries out the surgery and the man dies right on the operation table. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അയാൾ പഠിച്ചതും ജോലി വാങ്ങിച്ചതും എല്ലാം കോഴ കൊടുത്തിട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്താ, അയാൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെ ആ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടറുടെ ഓപ്പറേഷൻ ടേബിളിൽ വെച്ചിട്ട് നമ്മുടെ നരേറ്റർ എന്ത് ചെയ്യാണ്, മരിക്കുകയാണ്. ദ യങ് ഡോക്ടർ കളക്ടഡ് എ ഡൗറി വർത്ത് ക്രൗസ് ആൻഡ് സെറ്റ് അപ്പ് ദ നഴ്സിംഗ് ഹോം. ഫൈനലി ഹിസ് യങ് വൈഫ് കിൽഡ് ഹിംസെൽഫ്. ഹെർസെൽഫ്. മാത്രമല്ല അയാൾ യങ് ഡോക്ടർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിവാഹം കഴിച്ചത് കോടികളുടെ സ്വത്ത് അല്ലെങ്കിൽ പണമൊക്കെ ഡൗറി ആയിട്ട് വാങ്ങിച്ചിട്ടായിരുന്നു. അത് അയാളുടെ ഒരു നെഗറ്റീവാണ്, ഡൗറി ആയിട്ട് വാങ്ങിച്ചിട്ടായിരുന്നു. പക്ഷെ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ഭാര്യയും എന്ത് ചെയ്യുന്നുണ്ട്, ആത്മഹത്യ ചെയ്യാണ്. ഇയാളുടെ ആ ഒരു സ്ത്രീധന പീഡനം മൂലം എന്ത് ചെയ്യാണ്, സ്ത്രീ അവിടെ മരിക്കുന്നുണ്ട്. He also made an alliance with a rich family for his second marriage. അങ്ങനെ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് മാരേജിനുള്ള പ്ലാനിലൂടെയാണ്, അതും നല്ല പൈസയുള്ള വീട്ടുകാരുമായിട്ട് അവർ അലയൻസ് ഒക്കെ അവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദ ഡ്രഗ്സ് ഹി പ്രിസ്ക്രൈബ്ഡ് ഫോർ ഹിം വാസ് ഫേക്ക്. പോരാത്തതിന് എന്താണ്, ഇയാൾക്ക് നമ്മുടെ നരേറ്റർക്ക് എഴുതി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള മരുന്നുകളെല്ലാം ഫേക്ക് ആയിരുന്നു. നൗ ദ നരേറ്റർ ഹോപ്സ് ടു മീറ്റ് ദ യങ് ഡോട്ടേഴ്സ് ഫസ്റ്റ് വൈഫ് ഫ്രം ദ ഹെൽ. അപ്പോൾ ഇപ്പം നരേറ്റർ എക്സ്പെക്ട് ചെയ്യണം, അതായത് ഞാനും ഹെല്ലിലാണ് ആത്മഹത്യ ചെയ്തത് കൊണ്ട് അയാളുടെ ഫസ്റ്റ് വൈഫും ഹെല്ലിൽ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അവരെ ഒന്ന് നേരിട്ട് കാണണം എന്നാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സിമ്പിൾ ടെയിൽ അബൌട്ട് എ വേൾഡ് വേർ സം ഡോക്ടേഴ്സ് ആർ either കറപ്റ്റ്, ഇൻകോമ്പീറ്റൻറ്റ് ഓർ അൺകെയറിങ്. അപ്പോൾ ഇത്തരത്തിൽ ചില ഡോക്ടേഴ്സ് യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസമോ അല്ലാന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻസോ എക്സ്പീരിയൻസോ ഒന്നും ഇല്ലാണ്ട്, അതിലൊരു കഴിവോ നൈപുണ്യമോ ഒന്നും ഇല്ലാതെ ഇത്തരത്തിൽ രോഗികളെ ട്രീറ്റ് ചെയ്ത് അബദ്ധം വന്ന് അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല ഇവിടെ പറയുന്ന നരേറ്ററിൻ്റെ മനോഭാവം എന്തായിരുന്നു, ആ ഒരു SC ST അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക റിസർവ്ഡ് കോട്ടയിൽ വരുന്ന ടീമുകൾ അല്ലെങ്കിൽ റിസർവ്ഡ് കോട്ടയിൽ വരുന്ന ജാതികൾ വിഭാഗങ്ങളൊക്കെ തീരെ ബുദ്ധിയില്ലാത്തവരാണ് അല്ലെങ്കിൽ അവർക്കൊന്നും പഠിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നൊരു തെറ്റിദ്ധാരണ മനസ്സിലുള്ളത് കൊണ്ടാണല്ലോ ഇയാൾ എന്ത് ചെയ്യുന്നത്, ആ റിസർവ്ഡ് കോട്ടയിലെ ഡോക്ടറെ ഒഴിവാക്കിയിട്ട് പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവത്തിനെയും ഇവിടെ നിങ്ങൾ ഓർക്കണം. അതേപോലെ തന്നെ ഈ ഒരു ഡോക്ടറുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു രീതി അല്ലെങ്കിൽ അവരുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇത് രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുള്ളൂ. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇസ് ദ റിസൾട്ട് ഓഫ് സോഷ്യൽ കണ്ടീഷനിങ്. അപ്പോൾ ഇത് സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമാണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ് സോഷ്യൽ കണ്ടീഷനിങ് എന്നുള്ളത് ആദ്യം എഴുതണം. സോഷ്യൽ കണ്ടീഷനിങ് ഇസ് എ സോഷ്യോളജിക്കൽ പ്രോസസ് ഓഫ് ട്രെയിനിങ് ഇൻഡിവിജ്വൽസ് ഇൻ എ സൊസൈറ്റി ടു റെസ്പോണ്ട് ഇൻ എ മാനർ ജനറലി അപ്രൂവ്ഡ് ബൈ ദ സൊസൈറ്റി ഇൻ ജനറൽ ആൻഡ് പിയർ ഗ്രൂപ്പ്സ് വിത്തിൻ സൊസൈറ്റി.
അതായത് ഒരു സൊസൈറ്റിയുടെ അകത്തുള്ള ആളുകൾ ഇങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കണം എന്ന് കണ്ടീഷൻ ചെയ്തു വെക്കുകയാണ്. അതായത് ഈ ഒരു വിഭാഗക്കാർ ഇങ്ങനെയാണ്, ഈ ഒരു വിഭാഗക്കാർ ഇങ്ങനെയാണ് എന്നൊരു കണ്ടീഷൻ അങ്ങനെ വച്ച് പുലർത്തിയിട്ട് അതിനെ പിന്നീട് വരുന്നവരൊക്കെയും ഫോളോ ചെയ്യുന്ന രീതിയാണ് സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ നമ്മളും കാണുന്നത്. അതായത് റിസർവ്ഡ് കോട്ടയാണെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവുണ്ടാവില്ല, ജസ്റ്റ് അവരെ പാസ്സാക്കി വിടുകയാണ് എന്നൊരു ധാരണയാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ നല്ലൊരു പൈസ ഒരുപാട് ചിലവാക്കുന്ന ഒരു നഴ്സിംഗ് ഹോമാണോ, അവിടെ നല്ല ചികിത്സയായിരിക്കും, നല്ല ഡോക്ടറായിരിക്കും എന്നൊരു തെറ്റിദ്ധാരണ, ഇതൊക്കെ എന്താണ് സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ എക്സാമ്പിൾസ് ഒക്കെ തന്നെയാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ സോഷ്യൽ കണ്ടീഷനിങ് എന്താണെന്നുള്ളത് ആദ്യം എഴുതുക. പിന്നെ നോക്കുന്ന സമയത്ത് ആ ഒരു നരേറ്ററുടെ മരണത്തിനെ കുറിച്ച്, അതേപോലെ തന്നെ ഒരു അപ്പർ കാസ്റ്റ് മാനാണ് പുതിയതായിട്ട് അയാൾ സെലക്ട് ചെയ്തിട്ടുള്ള ഡോക്ടർ എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ അവിടെ എന്താണ്, ഒരു ഉയർന്ന ജാതിക്കാരനാണെങ്കിൽ, നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, നല്ലൊരു നഴ്സിംഗ് ഹോം കൊണ്ട് നടത്തുന്ന ആളാണെങ്കിൽ അയാൾ കഴിവുള്ളവനായിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതുക. അതേപോലെ തന്നെ മറ്റേ ഡോക്ടർ ഷെഡ്യൂൾ ട്രൈബിൽ വരുന്ന അല്ലെങ്കിൽ ആ ഷെഡ്യൂൾ കാസ്റ്റിൽ വരുന്ന ഡോക്ടറെ കുറിച്ചുള്ള മിഥ്യാധാരണ, അത് ആ ഒരു കാറ്റഗറി ആണെങ്കിൽ അവർക്ക് ആ ഒരു കഴിവും കാര്യങ്ങളും ഉണ്ടാവില്ല എന്നൊരു കാര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ധാരണയെക്കുറിച്ചും അവിടെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്താണ്, അവരുടെ അത് ഒരു നരേറ്റർ മാത്രമല്ല, നരേറ്ററുടെ ഫാമിലിയുടെയും ഒരു പ്രജറൈസ് ആണ് കേട്ടോ അവിടെ നമ്മൾ കാണുന്നത്. പിന്നെ നമുക്ക് ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്തയെ നമുക്കൊന്ന് തിരുത്തി കുറിക്കുന്ന രീതിയിൽ പറയാം. അതായത് ആ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിലായതുകൊണ്ട് ഒരാൾ കഴിവില്ലാത്തവനോ അല്ലെങ്കിൽ എന്താ പറയുക പഠിക്കാനുള്ള ബുദ്ധിയും കാര്യങ്ങളും ഇല്ലാത്ത ആളോ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല, അത്തരത്തിലുള്ള ചിന്തകൾ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ആ കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചും ഒക്കെ എഴുതിക്കൊണ്ട് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. ഈ ഇൻസിഡൻസ് രണ്ടും എഴുതുക. അതായത് രണ്ട് ഉയർന്ന ജാതിയിലുള്ള ഡോക്ടറോടും അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ള ഡോക്ടറോടും അദ്ദേഹം കാണിക്കുന്ന മനോഭാവത്തിനെ കുറിച്ച് എഴുതിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ ദ ബ്രൈഡ്സ് പൈജാമ ബൈ അക്തർ മൊഹിദ്ദീൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് ആ ഒരു കപ്പിൾസിൻ്റെ ആ ഒരു ലവ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ കുറിച്ചും, ഒരു ഏജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളായതുകൊണ്ട് അവർ തമ്മിൽ ആ ഒരു എന്താ പറയുക ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടായിക്കൂടാ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരും മനുഷ്യരാണ്, അവർക്കും അത്തരത്തിലുള്ള സ്നേഹങ്ങളും വികാരങ്ങളും ഉണ്ടായി എന്നുള്ള രീതിക്ക് വേണം നമ്മളിവിടെ എഴുതാനായിട്ട് കേട്ടോ. ദ സ്റ്റോറി ഹാസ് 2 മെയിൻ ക്യാരക്ടേഴ്സ്. 2 മെയിൻ ക്യാരക്ടേഴ്സാണ് നമുക്കറിയാം. നമ്മുടെ ഓൾറെഡി ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻസ് കേട്ടവർക്ക് ക്ലിയർ ആയിട്ട് അറിയുമായിരിക്കും. ദ ആർ 7-year-old നബ്രിഷാള്ള ആൻഡ് ഹിസ് വൈഫ് കോട്ടൺ ദീദി. പേരുകൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഹീസ് എ ഷോൾ മേക്കർ ആൻഡ് റിപ്പയർസ് ക്ലോത്ത്സ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഷോൾ മേക്കറാണ്, അതേപോലെ തുണികളൊക്കെ നന്നായിട്ട് റിപ്പയർ ചെയ്യുന്ന ആളാണ്. ഒരുപാട് ഏജായി, കയ്യിന് വിറയലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അയാളുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ അയാളുടെ ജോലി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. കസ്റ്റമേഴ്സ് ഫ്ലോക്ക്ഡ് ടു ഹിം ബിക്കോസ് ഹി വാസ് ആൻ എക്സ്പേർട്ട്. എത്ര പ്രായമായാലും അത്രയും കഴിവുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ബോത്ത് ആർ വെരി റൊമാൻറ്റിക്. ഈ ഹസ്ബൻഡും വൈഫും വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ആളുകളാണ്. ഷീ ഹാഡ് ഗിവൺ ബർത്ത് ടു 10 children ബട്ട് ഓൺലി 2 daughters സർവൈവ്ഡ്. അപ്പോൾ അവർ 10 കുട്ടികളോളം അവർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ 2 പെൺകുട്ടികൾ മാത്രമാണ് സർവൈവ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ദ ഡോട്ടേഴ്സ് ആർ മാരീഡ് ആൻഡ് ദേ ഹാവ് ദെയർ ഓൺ ഫാമിലീസ് ആൻഡ് റിലേഷൻസ് നൗ. പെൺകുട്ടികളൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഷീ റീകളക്ട്സ് ഹർ വെഡിങ് ഡേ വെൻ ഷീ സീസ് ഹർ റെഡ് റോസ് പൈജാമാസ് ദാറ്റ് ഷീ വോർ ഓൺ ഹർ വെഡിങ് ഡേ. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം അവരുടെ കല്യാണ ദിവസം അവർ ധരിച്ചിട്ടുള്ള റെഡ് റോസ് കളറിലുള്ള പൈജാമ അവർ കാണുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ബ്ലഷ് ആവുകയാണ്, അവർക്ക് ഭയങ്കര നാണവും അതേപോലെ സന്തോഷവും ഒക്കെ വരികയാണ്. ആ വെഡ്ഡിങ് ഡേനെ കുറിച്ചും ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചൊക്കെ അവരിങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്. നബ്രിഷാള്ള പെർസ്വേഡഡ് ഹർ ടു വെയർ ഹർ വെഡ്ഡിങ് പൈജാമാസ് അഗെയിൻ. അങ്ങനെ ഹസ്ബൻഡ് വന്നിട്ട് പറയുന്നുണ്ട് നീ ഈ പൈജാമ ഒന്നുകൂടി ധരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരാദ്യമൊക്കെ വൈമുഖ്യം കാണിക്കുന്നുണ്ടെങ്കിലും വീണ്ടും ഇദ്ദേഹം അങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് അവരെ അത് ആക്കുന്നുണ്ട്. ബോത്ത് വേർ സോ എക്സൈറ്റഡ് അണ്ടിൽ ദെയർ സൺ ഇൻ ലോ നോക്സ് അറ്റ് ദ ഡോർ. അപ്പോൾ അങ്ങനെ ഇവരെ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന ഇവർ തമ്മിൽ ആ ഒരു എന്താ പറയുക ഒരു റൊമാൻസ് ഒക്കെ വരുന്ന ഒരു ടൈമായിരുന്നു, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് എന്താ പറയുക എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര എൻജോയ് ചെയ്യുന്നൊരു ടൈമായിരുന്നു. ആ ടൈമിലേക്ക് ആര് കയറി വരികയാണ്, ഇവരുടെ മരുമകൻ കയറി വരുന്നുണ്ട്. അതുവരെയാണ് സന്തോഷമൊക്കെ ഉണ്ടായുള്ളൂ. അങ്ങനെ ഇയാൾ വന്ന ഡോറിൽ നോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നബ്രിഷാള്ള എന്ത് ചെയ്യുന്നുണ്ട്, മരുമകനെ വെൽക്കം ചെയ്യുന്നൊക്കെയുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഇയാൾക്കത് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇത്രയും ഈ നമ്മൾ പറയും ഈ വയസ്സാം കാലത്ത് ഇവർക്ക് എന്തിൻ്റെ കേടാണെന്ന് പറയില്ലേ. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഈ മരുമകൻ അതിനെ നോക്കിക്കാണുന്നത്. ഹി ഹാഡ് ബീൻ വാച്ചിങ് ദെയർ ലവ് ആൻറ്റിക്സ് വിത്ത് എ ലുക്ക് ഓഫ് ഡിസപ്രൂവൽ ആൻഡ് ലെഫ്റ്റ് ദ ഹൗസ് വിത്ത് സെയിങ് എ വേർഡ്.
ഇവരിങ്ങനെ സന്തോഷമായിട്ട് എൻജോയ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് കാണുന്ന സമയത്ത് ഇയാൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ വയസ്സാം കാലത്താണോ ഇതൊക്കെ എന്നുള്ള രീതിക്കുള്ള ഒരു ചിന്തയാണ് വരുന്നത്. അങ്ങനെ ഇയാൾ ഒന്നും സംസാരിക്കുക, തിരിച്ച് ഫാദർ ഇൻ ലോനെ വിഷയ പോലും ചെയ്യാണ്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താ കാണിക്കുന്നത്? ആ ഒരു യങ് ജനറേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു തലമുറയുടെ ഒരു ധാരണയാണ്. വയസ്സായവരാണെങ്കിൽ അവർ അവരുടേതായ രീതിക്ക് ഇരിക്കണം, അവർക്ക് ഇത്തരത്തിലുള്ള എൻജോയ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ ആ ഒരു ധാരണയുള്ള വിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് ആര്? ഈ മരുമകൻ്റെ ക്യാരക്ടർ കേട്ടോ. അത് ഓർത്ത് വയ്ക്കണേ. അപ്പോഴേക്കും എന്ത് ചെയ്യാണ്? കോട്ടൺ ടീത്തി വാസ് കവേർഡ് ഇൻ ഷെയിം. അവർക്ക് ഭയങ്കര നാണം തോന്നുന്നു, അയ്യോ കഷ്ടം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക കുറ്റബോധമൊക്കെ തോന്നണം, എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ. നബീഷാള്ള കൺവിൻസസ് ഹെർ ദാറ്റ് ദേ ഡോണ്ട് ഹാവ് ടു ഫീൽ ഗിൽറ്റി ബിക്കോസ് ഇറ്റ്സ് ദെയർ ഹോം. അപ്പം നബീഷാള്ള എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്തിനാണ് നാണിക്കുന്നത്? വേറെ ആരുടെയും കൂടെ അല്ലല്ലോ നിന്നെ കണ്ട, നിന്റെ ഹസ്ബൻഡാണ്, നമ്മുടെ വീടാണ്, ഇവിടെ നമ്മളാണ് രാജാവ് റാണിയൊക്കെ, അതിൽ മറ്റുള്ളവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെന്നെ സമാധാനിപ്പിക്കുന്നത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഏജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. അപ്പം അതിന് നമുക്ക് എന്ത് പറയാം? നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയാം. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ഷോൾ മേക്കറാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും ആ ഒരു പ്രായമായെങ്കിലും ആ ജോലി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതേപോലെ തന്നെ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള, വളരെ സ്നേഹത്തോടു കൂടിയുള്ള ലൈഫായിരുന്നു, നല്ല ഐക്യത്തോടു കൂടി പോകുന്നവരായിരുന്നു. അതേപോലെ തന്നെ ഇവർക്ക് ഹസ്ബൻഡിന് വൈഫിനെ കെയർ ചെയ്യുക എന്ന് പറയുന്നത്, വൈഫിന് ഹസ്ബൻഡിന് അറ്റൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത് അത്രയും ഈക്വൽ ആയിട്ട്, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരേപോലെ സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെയാണ് അവർ ആ ഒരു റെഡ് റോസ് പൈജാമ, ഒരു വെഡ്ഡിങ് ഡ്രസ്സ് കാണുന്നത്. അപ്പം അങ്ങനെ അവർ ഇടാൻ വേണ്ടി എന്താ പറയുക, ഹസ്ബൻഡ് നിർബന്ധിക്കുന്നു, അവരത് ഇടുന്നു. ആ എക്സൈറ്റ്മെൻറ്റിലേക്ക് അവർ നിൽക്കുന്ന സമയത്താണ് സൺ ഇൻ ലോ വന്ന് കയറുന്നത്. അപ്പോൾ സൺ ഇൻ ലോയുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ പറയാം. എന്നിട്ട് മെയിനായിട്ട് ഇവിടെ സ്ട്രെസ് ചെയ്യുന്നത് എന്താണ്? സൺ ഇൻ ലോയുടെ ആറ്റിറ്റ്യൂഡിലേക്കാണ്. കാരണം അയാളാണ് അതിനോട് ഒരു താല്പര്യക്കുറവ്, അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്നുള്ളൊരു മനോഭാവം കാണിക്കുന്നത്. അപ്പോൾ അത് ശരിയല്ല, അതിൻ്റെ ആവശ്യമില്ല. ഏത് ഏജിലുള്ളവരായിക്കോട്ടെ, അവർ തമ്മിൽ ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, തമ്മിൽ ആ ഒരു സ്നേഹബന്ധം ഉണ്ടെങ്കിൽ അതങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് ധരിക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വയസ്സ് അതിനൊന്നും ഒരു ഘടകമേ അല്ല എന്നുള്ള രീതിക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പോയിന്റ്സ് സാധൂകരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് പറയാൻ ലാസ്റ്റ് ചാപ്റ്റർ ദ നൈറ്റ് ട്രെയിൻ അറ്റ് ഡെയോളി. റസ്കിൻ ബോണ്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ട്രെയിൻ യാത്രയെക്കുറിച്ചാണെന്നൊക്കെ നമുക്ക് അറിയാലോ അല്ലേ. The 18-year-old narrator met a girl selling cane baskets at Deoli railway station while he is going to visit his grandmother. നമ്മുടെ 18 വയസ്സുള്ള ആ ഒരു നറേറ്റർ എന്ത് ചെയ്യാണ്? ഗ്രാൻഡ് അടുത്തേക്ക് വെക്കേഷൻ ട്രിപ്പ് പോവുകയാണ്. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടൊരു ബാസ്ക്കറ്റ് ചൂരലിൻ്റെ ഒക്കെ ബാസ്ക്കറ്റ് സെല്ല് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ഷീ ഹാഡ് എ പെയിൽ സ്കിൻ, ഷൈനി ബ്ലാക്ക് ഹെയർ ആൻഡ് ഡാർക്ക് ആൻഡ് എക്സ്പ്രസീവ് ഐസ്. നല്ല ഭംഗിയുള്ള എന്താ പറയുക, മുടികളും കണ്ണുകളും ഒക്കെയുള്ള, അതേപോലെ ഒരു പെയിൽ സ്കിന്നൊക്കെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അത് നറേറ്റർ അട്രാക്റ്റഡ് ബൈ ഹെർ ബ്യൂട്ടി. ആ ഒരു പെൺകുട്ടിയുടെ ഭംഗി കണ്ടപ്പോൾ തന്നെ അവന് ഭയങ്കര ഇഷ്ടമാവാണ്, അട്രാക്ഷൻ തോന്നുകയാണ്. ഓൺലി നോട്ട് ടു ഡിസപ്പോയിൻറ്റ് ദ ഗേൾ ഹി ബോട്ട് എ ബാസ്ക്കറ്റ് ഫ്രം ഹെർ. അപ്പോൾ ഇവളിങ്ങനെ ബാസ്ക്കറ്റ് വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവന് ആവശ്യമൊന്നുമില്ല, എന്നാലും അവളെ ഡിസപ്പോയിൻറ്റ് ചെയ്യിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവനൊരു ബാസ്ക്കറ്റൊക്കെ മേടിക്കുന്നുണ്ട്. ദിസ് ഫസ്റ്റ് മീറ്റിംഗ് എൻഡഡ് വെൻ ദ റിംഗ് മാസ്റ്റർ റാങ് ദ ബെൽ. അപ്പോൾ അതായത് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നുണ്ട് റിംഗ് മാസ്റ്റർ അല്ല, സ്റ്റേഷൻ മാസ്റ്റർ ആണ് കേട്ടോ. സ്റ്റേഷൻ മാസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ട്രെയിൻ വിടാനുള്ള ബെല്ലടിക്കുന്നതോടുകൂടി ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നിന്ന് പോവുകയാണ്. ഹി വാസ് അണേബിൾ ടു ഗെറ്റ് റിഡ് ഓഫ് ദ പിക്ചർ ഓഫ് ദാറ്റ് ഗേൾസ് ഫേസ് ഫ്രം ഹിസ് മൈൻഡ്. അപ്പം അവൻ ആ ഒരു ട്രെയിൻ എടുത്തതിന് ശേഷവും അവൾ കണ്ണിൽ നിന്ന് മാഞ്ഞതിന് ശേഷവും അവൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. 2 months later he expected to see her once again on his return journey. അങ്ങനെ 2 മാസം വെക്കേഷൻ കഴിഞ്ഞ് ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോഴും ഇവൻ പ്രതീക്ഷിക്കുന്നുണ്ട് അവളെന്നെ കാണുമെന്നുള്ളത്. ദ സെക്കൻഡ് മീറ്റിംഗ് ഓഫ് ദ നറേറ്റർ ആൻഡ് ദ ഗേൾ ദാറ്റ് വാസ് ലൈക്ക് ദാറ്റ് ഓഫ് ഓൾഡ് ഫ്രണ്ട്സ്. അപ്പോഴേക്കും ആ ഒരു പ്രാവശ്യം അവർ തമ്മിൽ മീറ്റ് ചെയ്തപ്പോൾ പഴയ ഫ്രണ്ട്സ് കണ്ടുമുട്ടുന്നത് പോലെ, അത്രയും പരിചിതമായ 2 പേര് കണ്ടുമുട്ടുന്നത് പോലെയായിരുന്നു. അവർ സംസാരിക്കുന്നൊക്കെയുണ്ട്. ദിസ് ടൈം ഹി പ്രോമിസ് ടു ഹർ ടു റിട്ടേൺ. അപ്പോൾ അവൻ പ്രോമിസ് ചെയ്യുന്നുണ്ട്, ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്യുന്നുണ്ട്. സോ ഹി വാസ് ഇംപേഷ്യൻറ്റ് ഫോർ ദ എൻഡ് ഓഫ് ദ ടേം ആൻഡ് ഫൈനലി ലീവ് ഫോർ ദെഹ്റ. അങ്ങനെ അടുത്ത ടേമായി. അപ്പോൾ ആ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞ്, ആ സെമസ്റ്ററോ അല്ലെങ്കിൽ ആ ഒരു ഇയറൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആവണമല്ലോ. അപ്പോൾ ആ വെക്കേഷൻ ആവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ബട്ട് ദിസ് ടൈം ഹി ഡസ് നോട്ട് ഫൈൻഡ് ദ ഗേൾ. അങ്ങനെ വെക്കേഷനായി ഇവൻ പെട്ടെന്ന് തന്നെ പുറപ്പെട്ട് ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ട്രെയിനിൽ പോകുന്നു, സ്റ്റേഷനിൽ എത്തുന്നു, അവിടെ ആരെ കാണുന്നില്ല? നമ്മുടെ എക്സ്പെക്ട് ചെയ്യുന്ന പെൺകുട്ടിയെ കാണുന്നില്ല. On his way back, he tried to inquire about her to the station master and tea stall owner, but none of them could not help him. അപ്പോൾ ഇവൻ അന്വേഷിക്കുന്നുണ്ട്, എന്താ പറയുക, അവിടുത്തെ ഒരു ചായക്കട ഉണ്ട്, അവിടുത്തെ ആളോടും അതേപോലെ തന്നെ അത് സ്റ്റേഷൻ മാസ്റ്ററോടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, അവർക്ക് ആർക്കും ഇവളെക്കുറിച്ചൊരു വിവരവുമില്ല. ഹെൻസ് ദ മിസ്റ്ററി ഓഫ് ദ ഗേൾ റിമെയിൻ അൺറിസോൾവ്ഡ്. അങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഹി നെവർ ബ്രേക്സ് ഹിസ് ജേർണി അറ്റ് ദെയോളി, ബട്ട് ഹി പാസസ് ത്രൂ ദ പ്ലേസസ് ആസ് ഓഫൺ ആസ് ഹി ക്യാൻ. പക്ഷെ അവൻ
അവൻ വിചാരിക്കുന്നുണ്ട്, അവനൊരു ദിവസം അവിടെ ഇറങ്ങി അന്വേഷിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, ഒരു ദിവസം ഫുൾ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവൻ അതൊരിക്കലും ചെയ്യുന്നില്ല. അവൻ്റെ യാത്ര അവൻ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവൻ അതിനായിട്ട് അവൻ മെനക്കെട്ട് അവിടെ ഇറങ്ങാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് അങ്ങനെ ഒരു സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി എന്ന് വിചാരിച്ച് നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ആവുന്ന ഒരു ജേണി നമുക്കവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് കിട്ടാൻ വിധിച്ച കാര്യം നമുക്ക് വീണ്ടും നമ്മുടെ കൺമുന്നിലേക്ക് വരാൻ വിധിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ കൺമുന്നിലേക്ക് തന്നെ വരും. അതിന് നമ്മളൊരിക്കലും നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു ജേണി നിർത്തേണ്ട കാര്യമില്ല, അത് തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഒരു എസ്സേ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ദ നൈറ്റ് ട്രെയിൻ അറ്റ് ദയോളി കാഷസ് ഇൻ ടു ദ എലമെന്റ് ഓഫ് നൊസ്റ്റാൾജിയ ജസ്റ്റിഫൈ. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വർക്കിനകത്ത് നൊസ്റ്റാൾജിയ വർക്കൗട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ അതിനകത്ത് നൊസ്റ്റാൾജിയ വരുന്നത്? അപ്പോൾ ഇത് നമ്മൾ നോക്കണ സമയത്ത് നമുക്കറിയാം, ആ ഒരു വർഷങ്ങൾക്ക് ശേഷവും അയാൾ ആ ഒരു യാത്ര തുടരുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് ഓർത്തു പറയുന്നതായിട്ടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്താണ്, ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മയാണെന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഇറ്റ്സ് എ സെന്റിമെന്റൽ ലോങ്ങിങ് ഓർ വിസ്ഫുൾ അഫെക്ഷൻ ഫോർ എ പീരിയഡ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞു പോയ ഒരു കാര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച്, നമ്മുടെ ഭൂതകാലത്തിനെ കുറിച്ച് നമ്മൾ ലോങ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻറ്റിമെൻ്റലായിട്ട് നമ്മൾ ആലോചിക്കുന്ന ആ ഒരു കാര്യത്തിനാണ് നമ്മൾ നൊസ്റ്റാൾജിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഇൻസിഡൻസ് തന്നെ എഴുതാം, ഒരു ട്രെയിൻ യാത്രയെക്കുറിച്ച് എഴുതാം, എങ്ങനെ എവിടെ വെച്ചിട്ടാണ് അവർ മീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എഴുതാം. പിന്നെ വീണ്ടും റിട്ടേൺ വരുമ്പോൾ കാണുന്നതും അതേപോലെ തന്നെ അപ്പോൾ അവർ ആ ഒരു പ്രോമിസ് കൊടുക്കുന്നത്, വീണ്ടും കാണാമെന്നൊരു പ്രോമിസ് കൊടുക്കുന്നതും പക്ഷേ വീണ്ടും അവർ തമ്മിൽ കാണാതിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിന് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതാം. പക്ഷേ അവൻ ആ ഒരു കുറച്ച് കാലമൊന്നും അവളെ അങ്ങനെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ യാത്ര തുടരുന്നുണ്ട്, പക്ഷെ ഒരിക്കലും അവളെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതേപോലെ തന്നെ അവനൊരിക്കലും അവൻ്റെ ജേർണി സ്റ്റോപ്പ് ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്സ് നമ്മൾ അതിനകത്തൊന്ന് എടുത്തെഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക്